നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. മുഖത്ത് നിന്ന് തലച്ചോറിലേക്കുള്ള നാഡിയിൽ ഉണ്ടാകുന്ന തകരാറ് മൂലം മുഖത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന കഠിനമായ വേദന, ഈ അവസ്ഥയാണ് ട്രൈജെമിനൽ ന്യൂറാൾജിയ എന്ന് പറയുന്നത്. ഈ അസുഖത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് എസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ പെയിൻ ഫിസിഷ്യനായ ഡോക്ടർ PK നിഷാദ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ട്രൈജെമിനൽ ന്യൂറാൾജിയ എന്നത് അധികം കേൾക്കാത്തൊരു അസുഖമാണ്. എന്താണെന്ന് ഇതിനെക്കുറിച്ച് വിശദീകരിക്കും? ഈ ട്രൈജെമിനൽ നെർവ് നമ്മുടെ മുഖത്ത് സെൻസേഷൻ സപ്ലൈ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നാഡിയാണ്. ഇത് തലച്ചോറിൽ നിന്ന് പുറപ്പെട്ട് നമ്മളെ തലയോട്ടിയുടെ ഉള്ളിൽ കൂടെ മുഖത്തെ ഭാഗത്തേക്ക് വരുന്നൊരു നെർവാണ്. ഇതിന് പ്രധാനമായും 3 ഡിവിഷൻസാണുള്ളത്. ഒന്നാമത്തെ ഡിവിഷൻ നമ്മളെ കണ്ണിൻ്റെ ഭാഗത്ത്, നെറ്റിയുടെ ഈ ഭാഗത്ത് സപ്ലൈ ചെയ്യുന്നു. രണ്ടാമത്തെ ഡിവിഷൻ കവിളിൻ്റെ ഭാഗത്തും മുകൾ ചുണ്ടിൻ്റെ ഭാഗത്ത് സപ്ലൈ ചെയ്യുന്നു. മൂന്നാമത്തെ ഡിവിഷൻ താടിയെല്ല്, താഴത്തെ ചുണ്ട്, ഈ ഭാഗത്തേക്കുള്ള സെൻസേഷനാണ് സപ്ലൈ ചെയ്യുന്നത്. ഈ ഞരമ്പിനെ തലയോട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഭാഗത്തുണ്ടാകുന്ന ചില അസുഖങ്ങൾ കാരണം ബാധിക്കുന്ന ഒരു അസുഖമാണ് ട്രൈജെമിനൽ ന്യൂറാൾജിയ. ഇത് ശക്തമായ മുഖത്തുണ്ടാകുന്ന ശക്തമായ വേദനയായിട്ടാണ് സാധാരണ പ്രസന്റ് ചെയ്യാറ്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. നമുക്ക് ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് പ്രസാദ്, എറണാകുളത്തു നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ. ഓക്കെ, ഗുഡ് മോർണിംഗ് ഡോക്ടർ നിഷാദ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആണ്. ഞാൻ ഒരു 6 മാസം മുമ്പ് എന്റെ ഇടത് കണ്ണ് സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു. ഓക്കെ. അതിനുശേഷം എന്റെ ഇടത് സൈഡിലുള്ള ചെരിയും അതിന്റെ മുകളിലുള്ള മസിൽസ് ഒക്കെ ഇതുപോലെ ടിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ന്യൂറോബേൺ ഫോട്ടോ കഴിക്കാന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചാൽ ന്യൂറോബേൺ ഫോട്ടോ കഴിച്ചു. അപ്പോൾ അതിന് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇത് നിർത്തി കഴിയുമ്പോൾ ഇത് പിന്നെയും വരും. ന്യൂറോബേൺ ഫോട്ടോ നിർത്തി കഴിയുമ്പോൾ പിന്നെയും ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടറുടെ ഏറ്റവും പറഞ്ഞു ഒരു ന്യൂറോ സർജൻ അല്ലെങ്കിൽ ന്യൂറോ ഫിസിഷ്യനെ കാണിക്കാൻ പറയുന്നുണ്ടായിരുന്നു. കാരണം ഇത് എന്തെങ്കിലും നെർവ് സംബന്ധമായിട്ടുള്ള കുഴപ്പമാണോ അതോ വേറെ എന്തെങ്കിലും കാര്യമാണോ എന്നൊന്ന് പറയുമോ ഡോക്ടർ? തീർച്ചയായും അത് നെർവ് സംബന്ധമായിട്ടുള്ള ഒരു അസുഖമാണ്. സാധാരണ ന്യൂറോളജിസ്റ്റിനെ കാണിക്കേണ്ട ഒരു അസുഖമാണത്. അത് ഹെമിഫേഷ്യൽ സ്പാസം അല്ലെങ്കിൽ മയോക്ലോണിക് ജെർക്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഇതിന് സാധാരണയായി മെഡിസിൻ കൊണ്ട് തന്നെ മിക്ക ആളുകൾക്കും അത് സുഖപ്പെടാവുന്നതാണ്. ചില ആളുകൾക്ക് നേരിട്ട് ബോട്ടിലിനം ടോക്സിൻ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും. അത് കൂടുതൽ സിവിയർ ആയിട്ടുള്ള അസുഖങ്ങൾക്ക് മാത്രം അത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവാറുള്ളൂ. ഒരു ന്യൂറോളജിസ്റ്റിനെ ബന്ധപ്പെട്ടാൽ മതിയാവും. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ നാഡികളിൽ ഈ തകരാറുണ്ടാകുന്നതിന് കാരണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ ഈ ട്രൈജെമിനൽ ന്യൂറാൾജിയ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ തലച്ചോറിൽ നിന്നും ആ നാഡി പുറപ്പെട്ടു വരുന്ന ഭാഗത്ത് രക്തക്കുഴലുകൾ ചെറുങ്ങനെ തട്ടിയിട്ട് ആ ഒരു നാഡിയെ തട്ടുന്നത് കൊണ്ടാണ് മിക്ക ആളുകൾക്കും ഈ ന്യൂറാൾജിയ ഉണ്ടാകുന്നത്. പക്ഷേ വളരെ ഒരു വിഭാഗം ആളുകൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കിട്ടാറില്ല. നമ്മൾ എല്ലാം ചെയ്തു കഴിഞ്ഞാലും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ അസുഖം വരാം. വളരെ ചെറിയ ശതമാനം ആളുകളിൽ ബ്രെയിൻ ട്യൂമർ, ആ ഭാഗത്തുണ്ടാകുന്ന ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന ഡീമൈലിനേഷൻ ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ, ഇവയെല്ലാം ഈ ട്രൈജെമിനൽ ന്യൂറാൾജിയ ആയിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട്. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ 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 ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് ശിവദാസൻ, ഞാൻ ചാലക്കുടി കൊടകരാന്ന്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ. സാറേ, ഈ മുഖത്ത് എപ്പോഴും ഈ കണ്ണിന്റെ മണ്ട തുടിച്ചായോ ഓരോരോ ഭാഗങ്ങൾ ചെറുതായിട്ട് തുടിച്ചോണ്ടിങ്ങനെ ഇരിക്കുന്നു. തുടിച്ചോണ്ടിരിക്കുകയാണോ? തുടിച്ചോണ്ടിരിക്കുന്നു എപ്പോഴും. വെളുപ്പകാലത്തെങ്കിലും രാത്രിയാണെങ്കിലും എപ്പോഴും കണ്ണിന്റെ മണ്ടയും ഈ മുഖത്തിന്റെ ഭാഗങ്ങളൊക്കെ ഓരോ തുടിച്ചോണ്ടിരിക്കും. ഓക്കെ. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ രീതിയിൽ ഇളക്കം മാത്രമാണോ? നമ്മള് ജ്യോതിഷശാസ്ത്രമായിട്ട് നമുക്ക് പറയുമ്പോൾ ഒറ്റ കണ്ണിന്റെ മുഖത്ത് തുടിക്കാൻ നല്ലതെന്ന് എനിക്കൊരു ബുദ്ധിമുട്ടാവില്ല. ഓക്കെ ഓക്കെ. ഇത് സാധാരണ രീതിയിൽ നമ്മൾ ചില ആളുകളുടെ ബിഹേവിയറൽ ഇതിൻ്റെ ഭാഗമായിട്ട് തുടിപ്പ് ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ കാര്യമായിട്ട് പ്രശ്നമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നേരത്തെ ഫസ്റ്റ് ഒരു കോളർ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയൊരു ടിച്ച് പോലെ, അതായത് ഇടയ്ക്കിടയ്ക്ക് ഞെട്ടുന്ന രീതിയിലുള്ള ഒരു അസുഖം ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ ന്യൂറോളജിസ്റ്റിനെ കാണിച്ച് ട്രീറ്റ് ചെയ്യേണ്ട അസുഖമാണ്. അപ്പോൾ ഏറ്റവും നല്ലത് അടുത്തുള്ള ഒരു ന്യൂറോളജിസ്റ്റിനെ ബന്ധപ്പെട്ടൊന്ന് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അത് പ്രശ്നമുള്ളതാണോ അല്ലേ എന്നുള്ളതൊന്ന് വേർതിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. ഇത്
മുഖത്തിന്റെ ചില ഭാഗങ്ങളും കണ്ണിന്റെ മണ്ടിൽ മാത്രമേ തുടിക്കത്തുള്ളൂ. അതെ, അത് ചില ഭാഗത്തുള്ള ചെറിയ ഒരു ഞരമ്പുകളെ ബാധിക്കുന്ന ചില അസുഖങ്ങൾ ഇതുപോലെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാണ്. നമ്മൾ എണ്ണ തേച്ച്, ഞാൻ സാധാരണ കാലത്ത് കുളിക്കുമ്പോൾ കുളി കഴിഞ്ഞിട്ട് ചെറുതായിട്ട് എണ്ണ ജസ്റ്റ് തൊടാറുകൾ ചെയ്യാറ്. എണ്ണ തേച്ച് കുളിക്കാറില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും അത് ഇതുമായിട്ട് ബന്ധമുള്ളതായിട്ട് തോന്നുന്നില്ല. ഇത്തരം കാര്യങ്ങൾ അതുമായിട്ട് ബന്ധം ഉണ്ടാവില്ല. വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഒരു കോളും കൂടി ഉണ്ട്. ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് സൗദി അറേബ്യയിൽ നിന്നാണ് ജിദ്ദിന്ന്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഇത് മലപ്പുറത്ത് നിന്നാണ്. സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത്. ഓ, പറഞ്ഞോളൂ. അപ്പൊ എന്റെ ഭാര്യക്ക് സാറേ ഈ കവളത്ത് ഇങ്ങനെ തുളുമ്പുന്നത് കാണാൻ എന്താ തുളുമ്പും കവളിങ്ങനെ വിറയുന്ന മാതിരി തോന്നുന്നുണ്ട് ചില സമയത്ത്. അതെ, അത് നമ്മളെ ഈ കവളിന്റെ ഭാഗത്തുള്ള ചില ഞരമ്പിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. സാധാരണ രീതിയിൽ മെഡിസിൻ കൊണ്ട് തന്നെ മാറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അസുഖമാണ്. മെഡിസിൻ ഫലിക്കാതെ വരുമ്പോൾ നമ്മൾ ചില ഇഞ്ചക്ഷനും കാര്യങ്ങളും കൊടുക്കേണ്ടി വരും. അത് ന്യൂറോളജിസ്റ്റിനെയാണ് കാണിക്കേണ്ടത്. നിങ്ങൾ അടുത്തുള്ള ന്യൂറോളജിസ്റ്റിനെ. ഞാൻ കോഴിക്കോട് ആശ്രം മിംസിലാണ് വർക്ക് ചെയ്യുന്നത്. വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഒരു കോളും കൂടി ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. മധു പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ മുഖത്ത് കണ്ണിന്റെ രണ്ട് ഭാഗത്തുള്ള തൊലികള് ഭയങ്കരമായിട്ട് വൈബ്രേഷൻ വരാറുണ്ട്, വേറ. അപ്പൊ ഞാനത് ഡോക്ടറെ കാണിച്ചിരുന്നു. അപ്പൊ ഡോക്ടറെ കാണിച്ച സമയത്ത് അത് പിന്നെ കണ്ണിന്റെ കുഴപ്പമാണോ എന്നുള്ള നിലയ്ക്കാണ് നോക്കിയത്. ചില സമയത്ത് കണ്ണ് കാണാതെയാവും ഇങ്ങനെ വരത്തിട്ടേ. അപ്പൊ അത് കണ്ണിന്റെ ഡോക്ടറെയാണോ കാണിച്ചിട്ടുള്ളത്? അതെ, അന്ന് ഐ ഡോക്ടറെയാണ് കാണിച്ചത്. പക്ഷെ അന്ന് ഐ ഡോക്ടർ പറഞ്ഞത് കണ്ണിന്റെ കുഴപ്പമല്ല. അത് കാണിക്കേണ്ടത് ന്യൂറോളജിസ്റ്റിനാണ്. നമ്മൾ ആദ്യത്തെ 2-3 കോളർ പറഞ്ഞതുപോലെ തന്നെ ഇത് ടിച്ചിങ് ഉണ്ടാവുന്ന ചെറിയ സ്പാസംസ് ആണ്. അത് ന്യൂറോളജിസ്റ്റിനെയാണ് കാണിക്കേണ്ടത്. അത് ചില മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ മാറുന്ന ഒരു അസുഖമാണ്. അത്രേ ഉള്ളൂ. വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടി ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് സജു, ഞാൻ ആലപ്പുഴ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ മുഖത്തിന്റെ 2 സൈഡില് ഈ കറുപ്പ്, ഡോക്ടറെ കാണുമ്പോൾ സൂര്യന്റെ ഉണ്ടായിരുന്നു. ക്ലിയർ ആയില്ല. എന്താണ് മുഖത്ത് എന്താണ് ഉണ്ടാവുന്നത്? ചുവപ്പാണോ? 2 സൈഡ് കറുത്തിരിക്കാണ്. ഓക്കെ, അത് വെയിലടിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ? വെയിലടിക്കുമ്പോൾ കൂടുതലായിട്ടുണ്ടാവും. ഇത് ചില ആളുകൾക്ക് സൂര്യപ്രകാശത്തിന് അലർജി അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന് കൂടുതലായിട്ട് റിയാക്ഷൻ ഉള്ള ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് തീർച്ചയായും നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച് ഒരു അഭിപ്രായം അറിയേണ്ടതാണ്. വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടി ഉണ്ട്. ഹലോ, എന്റെ പേര് പ്രതീഷ് ആണ്, പാലക്കാട് നിന്ന് വിളിക്കുന്നത്. ഡോക്ടറെ ചോദിച്ചോളൂ. പ്രതീഷ് പറഞ്ഞോളൂ. എനിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നെറ്റി തടസ്സുന്ന ഒരു 2-3 മണിക്കൂർ വേദനയുണ്ടാവും. കുറെ കാലമായി തുടങ്ങിയിട്ട്. മുകളിൽ നെറ്റിയുടെ ഭാഗത്താണോ വേദന ഉണ്ടാകുന്നത്? അതെ. എപ്പോഴെങ്കിലും അല്ലാതെ ഭക്ഷണം കഴിക്കാത്ത സമയത്ത് വേദന ഉണ്ടാവാറുണ്ടോ? ഇല്ല, അധിക സമയം ഭക്ഷണം കഴിച്ച ശേഷമാണ് ഉണ്ടാവാറ്. അതിന്റെ കൂടെ തരിപ്പോ മറ്റുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ? ഇല്ല, ഒരു ചെറിയ തരത്തിൽ വേദനയുള്ളൂ. ഓക്കെ, സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഈ വലതുവശത്തുള്ള ചെറിയൊരു സന്ധിയുണ്ട്, നമ്മൾ രണ്ട് വശത്തുണ്ട് ചെറിയൊരു സന്ധിയുണ്ട്, ടെമ്പറോ മാൻഡിബുലാർ ജോയിന്റ് എന്ന് പറയും. ആ സന്ധിയെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതുപോലെ വേദന ഉണ്ടാവാറുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചവയ്ക്കുന്ന സമയത്ത് നമുക്ക് വേദന ഉണ്ടാവാം. അതുകൂടാതെ ഭക്ഷണം കഴിച്ച ശേഷമാണ് ഒരു 2-3 മണിക്കൂർ ശേഷമാണ് വരുന്നത്. ഓക്കെ, അത് കൂടാതെ നമുക്ക് ആ ഭാഗത്തുള്ള ഞരമ്പിനെ അല്ലെങ്കിൽ നാഡികളെ ബാധിക്കുന്ന എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഇതുപോലെ വരാറുണ്ട്. അത് നേരിട്ട് കണ്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ എന്ത് കാരണമാണ് ഇത് വരുന്നത് എന്നുള്ളത് പറയണമെങ്കിൽ നേരിട്ട് കാണേണ്ടി വരും. ഏത് ഡോക്ടറെ കണ്ട്? അത് ന്യൂറോളജി സംബന്ധമായ ഡോക്ടറെ കാണിച്ചാൽ മതിയാവും. ഓ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവ് ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ ട്രൈജെമിനൽ ന്യൂറാലജിയൊക്കെ എങ്ങനെയുള്ള വേദനയാണ് ഉണ്ടാകുന്നത്? കൂടുതൽ നേരം നീണ്ടു നിൽക്കുന്നതാണോ, പെട്ടെന്ന് വന്നു പോകുന്ന വേദനയാണോ? സാധാരണ ട്രൈജെമിനൽ ന്യൂറാലജിയുടെ വേദന വളരെ പെർട്ടിക്കുലർ ആണ്.
അത് മുഖത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഏതെങ്കിലും ഒരു ഡിവിഷനിൽ മാത്രം, ഞാൻ പറഞ്ഞ 3 ഡിവിഷനിൽ ഏതെങ്കിലും ഒരു ഡിവിഷനിൽ അല്ലെങ്കിൽ 2 ഡിവിഷൻസിലാണ് പെയിൻ ഉണ്ടാവുക. ഷോക്ക് അടിക്കുന്നത് പോലെ പെട്ടെന്ന് വന്നു പോകുന്ന പെയിൻ ആയിരിക്കും. നമ്മളെ ജീവിതത്തിൽ അറിയപ്പെടുന്നതിൽ ഏറ്റവും കാഠിന്യമേറിയ വേദനകളിൽ ഒന്നാണ് ട്രൈജമൽ ന്യൂറാൾജിയുടെ പെയിൻ. അത് സിവിയർ പെയിനായിട്ട് ഷോക്ക് അടിക്കുന്നത് പോലെ വന്ന് പോകുന്ന രീതിയിലാണ്. സാധാരണ രീതിയിൽ 1-2 മിനിറ്റ് നിൽക്കും, 2 മിനിറ്റ് കഴിഞ്ഞാൽ പെയിന് പോകും. ചില ആളുകൾക്ക് മാത്രം ഈ എപ്പിസോഡ്സിന്റെ ഇടയിൽ പെയിൻ നിലനിൽക്കാറുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കും. ഒരു ദിവസം 10-15 അറ്റാക്കുകൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാകുമ്പോൾ അത് ജീവിതത്തെ ബാധിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള പ്രശ്നം. ഈ ട്രൈജമൽ ന്യൂറാൾജിയുള്ള പേഷ്യൻസിന്, രോഗികൾക്ക് ആത്മഹത്യാ പ്രവണത കൂടുതലാണെന്ന് പറയുന്നത് സത്യമാണ്? അതെ, ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്. ട്രൈജമൽ ന്യൂറാൾജിക്ക് സൂയിസൈഡൽ ഡിസീസ് എന്ന് പറയുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ വേദനയുടെ കാഠിന്യം തന്നെയാണ്. സാധാരണ രീതിയിൽ വേദന മെഡിസിനെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോൾ ഈ രോഗികൾക്ക് ഡിപ്രഷൻ ഉണ്ടാകും. അങ്ങനെ ഡിപ്രഷൻ വരുന്ന ആളുകളിൽ ഒരു ആത്മഹത്യാ പ്രവണത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് 1890 നടന്ന ഒരു പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനൊരു പേര് വന്നത്. സൂയിസൈഡൽ ഡിസീസ് എന്നുള്ള പേര് വരാനുള്ള കാരണം അതാണ്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ സൗദിയിൽ നിന്ന് സംസാരിക്കണം. ചോദിച്ചോളൂ. പറയൂ സാർ. എന്റെ മുഖത്തെ വലതുവശത്ത് കവളിനുണ്ടല്ലോ, അത് എല്ലാ സമയത്തും നിലനിൽക്കുന്ന വേദനയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രം വരുന്ന വേദനയാണോ? തടിപ്പ് പോലെ തോന്നുന്നുണ്ട്. തടിപ്പ് ഉണ്ടാവുന്നുണ്ടോ? എനിക്ക് ഉള്ളിൽ തമിഴ് പിടിച്ച് കടിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ അതാണ് വിചാരിച്ചോണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പിടിച്ച് ഞെക്കിയിട്ടുണ്ടല്ലോ, ചെറിയൊരു മഴ പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഭാഗത്ത് ജലദോഷം അല്ലെങ്കിൽ മൂക്ക് സംബന്ധം, മൂക്കിലൂടെ എന്തെങ്കിലും രക്തം വരിക, അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇടയ്ക്ക് മൂക്കടപ്പുണ്ടാവും. ഓക്കെ, അത് സാധാരണ കൂടുതലായിട്ട് ഇത്തരം ആ ഒരു ഭാഗത്ത്, കവിളിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വേദനയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സൈനസ് ബന്ധപ്പെട്ട അസുഖങ്ങളാണ്. നമ്മൾ കൂടുതലായി സ്ഥിരമായിട്ട് ജലദോഷമുള്ള ആളുകൾ അല്ലെങ്കിൽ മൂക്കടപ്പുണ്ടാകുന്ന ആളുകൾക്ക് സൈനസിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അത്തരം ആളുകൾക്ക് ആ മുഖത്തിൻ്റെ കവിളിൽ തടിപ്പും അതുപോലെ വേദനയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ENT സംബന്ധമായ ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും നല്ലത്. ENT വിഭാഗത്തിൽ കാണിച്ചാൽ മതി. ഒരു ENT വിഭാഗത്തിലുള്ള ഡോക്ടറെ കാണിച്ചോളൂ കേട്ടോ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഒരു കോളും കൂടി ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. കഴുത്തിന്റെ ഇവിടെ നരമ്പിന്റെ ഇവിടെ വലിയ വലിയ ചിരികിരുന്നായിരിക്കുക, തല ഒരു ഭാഗം അങ്ങനെ വലിക്കാണ് സാർ. ഓക്കെ, കഴുത്തിൽ നിന്ന് തലവരെ വരുന്ന രീതിയിലുള്ള ഒരു പെയിൻ ആണ് അല്ലേ? അതെ, ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പാലക്കാട് ഒരു പ്രദീപ് ഡോക്ടർ പറഞ്ഞ നരമ്പ് സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചതാണ്. അത് ബ്ലഡ് ക്ലോട്ടിംഗ് ആണ് പറഞ്ഞത്. കൈ 2 തരിപ്പും കടച്ചിലും ഉണ്ടേ. ഓക്കെ, അത് കഴുത്തിൻ്റെ ഭാഗത്തുള്ള നാഡികളെ ബാധിക്കുന്ന അസുഖമാകാനാണ് സാധ്യത. അതായത് കഴുത്തിൻ്റെ തേയ്മാനം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്തുള്ള ഡിസ്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ ആ ഭാഗത്തുള്ള ഞരമ്പിനെ ബാധിക്കും. അത് നമ്മളെ തലയുടെ ഒരു വശത്തേക്കും അതുപോലെ തന്നെ കയ്യിലേക്കും വേദനയും തരിപ്പായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ മാരകമായ അസുഖമല്ല, അത് സാധാരണ രീതിയിൽ നമ്മളെ തേയ്മാനത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് വരുന്ന അസുഖമാണ് മിക്ക ആളുകൾക്കും. നമ്മളത് കൃത്യമായി കാണിച്ച് ചികിത്സ എടുത്താൽ പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്താൻ പറ്റുന്ന ഒരു അസുഖമാണത്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ട്രൈജമൽ ന്യൂറാൾജിയുടെയും മറ്റ് അസുഖങ്ങൾ, സൈനസ് അല്ലെങ്കിൽ പല്ലുവേദന, ഇതിൻ്റെയൊക്കെ വേദനയും തമ്മിൽ എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത്? പ്രധാനമായിട്ടും വേദനയുടെ ക്യാരക്ടറിസ്റ്റിക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രൈജമൽ ന്യൂറാൾജിയുള്ള ആളുകൾക്ക് പെട്ടെന്ന് വന്നു പോകുന്ന രീതിയിലൊരു പെയിൻ ആയിരിക്കും. അത് കുറച്ച് നേരത്തേക്ക് നിൽക്കും, പിന്നെ അവർക്ക് പെയിൻ ഉണ്ടാവില്ല. അതിൻ്റെ കാഠിന്യം കൂടുതലായിരിക്കും. മറ്റുള്ള അസുഖങ്ങൾ, ഇപ്പോൾ സൈനസ് സംബന്ധമായിട്ടുള്ള ഒരു അസുഖമാണെങ്കിൽ സാധാരണ രീതിയിലൊരു ഡൾ ഏക്കിംഗ് ടൈപ്പ് ഓഫ് പെയിൻ, അത് കുറച്ച് നേരം ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകും, കുറച്ച് സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു പെയിൻ ആയിരിക്കും. വന്നു പോകുന്ന രീതിയിലുള്ള ഒരു പെയിൻ ആയിരിക്കില്ല. പിന്നെ ബാക്കിയുള്ള നമ്മളെ കണ്ണ് സംബന്ധമായ അസുഖങ്ങളാണെങ്കിലും ഗ്ലോക്കോമ പോലുള്ള അസുഖങ്ങളാണെങ്കിലെല്ലാം ആ ഒരു ഭാഗത്ത് നമുക്ക് ഡൾ ഏക്കിംഗ് അല്ലെങ്കിൽ ത്രോബിംഗ് ടൈപ്പ് ഓഫ് പെയിൻ ഉണ്ടാകും. പക്ഷേ ട്രൈജമൽ ന്യൂറാൾജിയുടെ ക്യാരക്ടറിസ്റ്റിക് അതിൻ്റെ ഹിസ്റ്ററി തന്നെയാണ്. ടിപ്പിക്കലായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് പെയിൻ വരും. ഫോർ എക്സാമ്പിൾ, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അപ്പോൾ പെട്ടെന്ന് പെയിൻ വരും. പെയിൻ 2 മിനിറ്റ് നിൽക്കും, അപ്പോൾ തന്നെ പോവുകയും ചെയ്യും. അതുകൂടാതെ അവർ ചവയ്ക്കുകയാണെങ്കിൽ, ഷേവ് ചെയ്യുന്ന സമയത്ത്, മുഖം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുന്ന സമയത്ത് ആ സമയത്ത് പെയിൻ പുറപ്പെടും. സാധാരണ ഒരു വശത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ട്രൈജമൽ ന്യൂറാൾജി ഒരു ഭാഗത്ത് മാത്രമേ ബാധിക്കുള്ളൂ സാധാരണ രീതിയിൽ. അപ്പോൾ അത് ടിപ്പിക്കലാണ്. ഏതെങ്കിലും ഒരു ഞരമ്പിൻ്റെ ഭാഗത്തൂടെ ടിപ്പിക്കലായിട്ട് ഷോക്ക് അടിക്കുന്ന ഒരു പെയിൻ വരിക, എന്നിട്ട് പോവുക. ആ രീതിയിലുള്ള ഹിസ്റ്ററി കിട്ടുമ്പോൾ നമുക്ക് യൂഷ്വലി ഡയഗ്നോസ് കൺഫേം ചെയ്യാൻ പറ്റും. ഡയഗ്നോസ് തിരിച്ചറിയുന്ന ടെസ്റ്റുകളോ? സാധാരണ
സാധാരണ ഹിസ്റ്ററി തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും ട്രൈജമൽ ന്യൂറാൾജിയ നമ്മൾ ഡയഗ്നോസ് ചെയ്യാനുള്ള ടിപ്പിക്കൽ ഹിസ്റ്ററിയാണ് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്. അത് കൺഫേം ചെയ്യാൻ നമ്മൾ സാധാരണയായി MRI എടുക്കാറുണ്ട്. MRI എടുക്കാനുള്ള പ്രധാന കാരണം മറ്റുള്ള ഞാൻ നേരത്തെ പറഞ്ഞ വളരെ ചെറിയ ശതമാനം ആളുകളിൽ ഇത് ചില ട്യൂമർ കാരണം അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ കാരണം വരാൻ സാധ്യതയുണ്ട്. അത്തരം ഒരു കാരണം ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് സാധാരണയായി MRI എടുക്കുന്നത്. അല്ലാതെ ഈ അസുഖം നിർണ്ണയിക്കാൻ വേണ്ടി സാധാരണ MRI എടുക്കേണ്ട ആവശ്യമില്ല. ഇതിനുള്ള ചികിത്സാ മരുന്നുകൾ കൊണ്ട് മാത്രമാണോ? അല്ല, സാധാരണ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ ഇങ്ങനത്തെ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആദ്യം അപസ്മാരത്തിനുള്ള മരുന്നുകളാണ്. ഈ കാർബാമസപ്പിൻ എന്ന് പറയുന്ന അപസ്മാരത്തിനുള്ള ഒരു മരുന്നാണ് സാധാരണ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യുക. ആ മെഡിസിൻ കൊണ്ട് ചിലർക്ക് നല്ലപോലെ റെസ്പോണ്ട്, 60% ആളുകൾക്കും ആ ടാബ്ലറ്റ് കൊണ്ട് തന്നെ പെയിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു വിഭാഗം 40% ആളുകളിൽ മെഡിസിൻ കൊണ്ട് പെയിൻ കുറയില്ല. അല്ലെങ്കിൽ മെഡിസിൻ എടുത്ത് കഴിയും, മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം അവർക്ക് മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇത്തരം ആളുകളിൽ നമുക്ക് മറ്റുള്ള ചികിത്സാ മാർഗ്ഗങ്ങളുണ്ട്. 2 രീതിയിലാണ്. ഒന്ന് ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മൈക്രോവാസ്കുലർ ഡീകംപ്രഷൻ, അത് തലയോട്ടി തുറന്നിട്ടുള്ള ഓപ്പറേഷനാണ്. മറ്റുള്ളൊരു വിഭാഗം, അതായത് ഞാൻ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്പറേഷൻ കൂടാതെയുള്ള ട്രീറ്റ്മെൻറ്റാണ്. നമ്മൾ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ അല്ലെങ്കിൽ ട്രൈജമിനൽ ബലൂൺ കംപ്രഷൻ എന്നീ 2 രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇതിന് ചെയ്യുന്നത്. ഒരു ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ കോൾ ഉണ്ട്. ഹലോ. ഡോക്ടർ ലൈവ്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് സോന. ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്ക് ഹെർപ്പസ് എന്ന് പറഞ്ഞൊരു രോഗം വന്നേ. പറഞ്ഞോളൂ. ഏത് ഭാഗത്താണ് വന്നിട്ടുള്ളത്? ചെള്ളയില്. ഓക്കെ. അത് വന്നിട്ട് ഇപ്പൊ 22 days ഒക്കെ ആയി. പക്ഷേ ചെള്ളയിലൊക്കെ അവിടെ ഇവിടെ നേഴ്സിന്റെ വേദന പോലെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ. ഈ ഹെർപ്പിസ് സോസ്റ്റർ സാധാരണ ഞരമ്പുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഈ ചിക്കൻ ബോക്സിന്റെ വൈറസ് ഞരമ്പിന്റെ ഉള്ളിൽ നിന്നിട്ട് അത് പിന്നീട് ഞരമ്പിന്റെ ഉള്ളിലൂടെ പുറത്ത് വന്നിട്ട് സ്കിന്നിലേക്ക് വരുന്ന ഒരു അസുഖമാണ് ഹെർപ്പിസ് സോസ്റ്റർ. അത് വരുന്ന സമയത്ത് സാധാരണ രീതിയിൽ അത് വന്നിട്ടുള്ള ഏത് ഞരമ്പ് അല്ല ഏത് നാഡിയാണോ അതിനെ അത് നശിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ഞരമ്പ് സംബന്ധമായ വേദന, അതായത് ന്യൂറാൾജിക് പെയിന് ഉണ്ടാവാൻ സാധ്യത. ഇതിനാണ് പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ എന്ന് പറയും. ഹെർപ്പിസ് സോസ്റ്റർ വന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പെയിനാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഞരമ്പ് സംബന്ധമായിട്ടുള്ള മെഡിസിൻ, ഞരമ്പിന്റെ പെയിന് കുറയ്ക്കാനുള്ള മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ആ വേദന നല്ലപോലെ കുറയേണ്ടതാണ്. കുരുക്കളൊക്കെ വാങ്ങി എല്ലാം കഷ്ടപ്പാടായി ഇനിയും നമ്മൾ ഇനിയാണ് കഴിക്കേണ്ടത്. കാരണം ഈ സമയത്ത് നിങ്ങൾ വേദനയുടെ ഞരമ്പിന്റെ വേദന കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻ കഴിച്ചിട്ടില്ലെങ്കിൽ ഈ വേദന കാലാകാലം കുറെ കാലത്തേക്ക് നിലനിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ അസുഖം വരുന്ന സമയത്ത് നല്ലപോലെ ആ പെയിന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ വേദന നിലനിൽക്കാനുള്ള സാധ്യത കുറയും. അപ്പോൾ തീർച്ചയായും നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണം. ഇപ്പോൾ ചുണ്ടിനെ അമർത്തി വെക്കുമ്പോൾ ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ഇതൊക്കെ പൊക്കോളും, സാധനം പൊക്കോളും. ഈ ആ കലകളും മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം പോയിക്കോളും. അതിനോട് കുഴപ്പമില്ല. ഈ വേദന നിലനിൽക്കുന്നത് മാത്രമാണ് നമുക്ക് ഒഴിവാക്കേണ്ടത്. അപ്പോൾ അതിന് കൃത്യമായിട്ട് ഞരമ്പ് സംബന്ധമായ മെഡിസിൻ കഴിക്കണം. ന്യൂറോളജിസ്റ്റിനെ കാണും. വിളിച്ചതിന് നന്ദി. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ ബലൂൺ കംപ്രഷൻ ഇത് എന്ത് സർജറിയാണ്? ഇത് സർജറി അല്ല. സർജറി കൂടാതെ ഈ ട്രൈജമൽ ന്യൂറാൾജിയുടെ വേദന മാറ്റുന്ന ഒരു പ്രക്രിയയാണ്. ഇതിനെ ചെയ്യുന്നത് നമ്മൾ എക്സ്റേയുടെ സഹായത്തോടു കൂടി ഈ ട്രൈജമൽ നെർവ് തുടങ്ങുന്ന ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞ സാധനം, ട്രൈജമൽ ഗാംഗ്ലിയോൺ, അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മളൊരു സൂചി കടത്തി അതിൻ്റെ ഉള്ളിലൂടെ ചെറിയൊരു ബലൂൺ, ഫൊഗാട്ടി കത്തീറ്റർ, ഒരു ബലൂൺ കടത്തിയിട്ട് നമ്മൾ കണ്ടുകൊണ്ട് എക്സ്റേയിൽ കണ്ടുകൊണ്ട് തന്നെ ബലൂൺ ഒന്ന് വീർപ്പിക്കും. ബലൂൺ വീർപ്പിക്കുന്ന സമയത്ത് ആ ട്രൈജമൽ ഗാംഗ്ലിയോൺ കംപ്രസ് ആയി കഴിഞ്ഞാൽ അതിലൂടെ പെയിൻ സിഗ്നൽസ് വരുന്നത് ബ്ലോക്ക് ആവും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അനസ്തേഷ്യ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ രോഗിക്ക് യാതൊരുവിധ അസ്വസ്ഥതകളും ഉണ്ടാവില്ല. രണ്ടാമത്തത് നമ്മൾ കണ്ണിൻ്റെ ഭാഗത്തേക്കുള്ള പെയിൻ, അതായത് ഫസ്റ്റ് ഡിവിഷൻ ഇതിൽ ട്രൈജമൽ ന്യൂറാൾജി ഉണ്ടാകുമ്പോൾ അതിന് മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഈ ട്രൈജമൽ ബലൂൺ കംപ്രഷൻ ആ ഫസ്റ്റ് ഡിവിഷനെയും കംപ്രസ് ചെയ്യും എന്നുള്ളത് കൊണ്ട് അതിന് കുറച്ചുകൂടി ഉത്തമമാണ്. ഓക്കെ. ഇത് എത്ര ദിവസത്തിന്റെ സർജറിയാണ് അല്ലെങ്കിൽ എത്ര? സാധാരണ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡേ കെയർ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രൊസീജിയർ ചെയ്തു കുറച്ച് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ അന്ന് തന്നെ വീട്ടിൽ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. റെസ്റ്റ് ഒന്നും ആവശ്യമില്ല. റെസ്റ്റ് ഒന്നും പ്രത്യേകിച്ച് റെസ്റ്റും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. കുറച്ച് ദിവസത്തേക്ക് ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാവും, ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു വേദന ഉണ്ടാവും എന്നല്ലാതെ മറ്റുള്ള അസ്വസ്ഥതകളൊന്നും സാധാരണ ഇതുകൊണ്ട് ഉണ്ടാവാറില്ല. മറ്റു
ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ട്രൈജമിനൽ ബലൂൺ കംപ്രഷനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ട്രീറ്റ്മെൻ്റ് ആണ്. റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഡിവിഷനും നമുക്കിപ്പോൾ B3 അതായത് ഈ ഭാഗത്തേക്കുള്ള ഡിവിഷൻ മാത്രമേ പ്രശ്നമുള്ളൂ എങ്കിൽ സെലക്റ്റീവായിട്ട് ആ ഡിവിഷൻ മാത്രം നമുക്ക് റേഡിയോ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ പ്രത്യേകത. വളരെ അതും ഈ ഡേ കെയർ പ്രൊസീജിയറാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എക്സ്റേയിൽ നോക്കിക്കൊണ്ട് നമ്മൾ നീഡിൽ അവിടെ പ്ലേസ് ചെയ്യുന്നു, അതിലൂടെ കൂടെ റേഡിയോ ഫ്രീക്വൻസി പ്രോബ് കടത്തിയിട്ട് ആ സെലക്റ്റീവായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം അത് കരിച്ചു കളയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, കരിച്ചു കളയുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ്. അത് അഡ്വാൻറ്റേജസ് 2-3 ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഈ രോഗി അവയ്ക്കായിരിക്കും, രോഗിയെ നമ്മൾ മയക്കുന്നില്ല, അപ്പോൾ രോഗിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇവിടെയാണ് എനിക്ക് പെയിൻ ഉള്ളത്, അപ്പോൾ കൃത്യമായി നമുക്ക് ആ ഒരു ഡിവിഷൻ മാത്രം സെലക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തത് ഓൾറെഡി സർജറി, ചില ആളുകൾക്ക് ട്രൈജമിനൽ ന്യൂറാൾജിയ സർജറി ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് പെയിൻ വരാറുണ്ട്. അത്തരം ആളുകളിൽ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. മുമ്പ് സർജറി ചെയ്ത ആളുകൾക്ക് വീണ്ടും സർജറി ചെയ്യുന്ന നടക്കില്ല. അപ്പോൾ അത്തരം ആളുകളിൽ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് റേഡിയോ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും. ഇതിന് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പാർശ്വഫലങ്ങളുണ്ടോ? പാർശ്വഫലങ്ങൾ വളരെ മൈനർ പാർശ്വഫലങ്ങളാണ് സാധാരണ ഉണ്ടാകുന്നത്. ഒന്നാമത്തത് ചെറിയ ചെയ്ത ഭാഗത്ത് തരിപ്പ് ഉണ്ടാകുന്നതാണ്. ഈ റേഡിയോ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡിവിഷനിലാണ് ചെയ്തത്, ആ ഡിവിഷനിലുള്ള ഭാഗത്ത് ചെറിയ രീതിയിൽ തരിപ്പ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സാധാരണ രീതിയിൽ ഈ രോഗികൾക്ക്, ഈ വേദനയുള്ള രോഗികൾക്ക് അത് മാറി തരിപ്പാകുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു അനുഗ്രഹമായിട്ടാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാറില്ല പൊതുവെ. അല്ലാതെ മറ്റുള്ള പ്രശ്നങ്ങൾ സാധാരണ കുറവാണ്. നമ്മൾ അവയ്ക്ക് പേഷ്യൻ്റ് ചെയ്യുന്നതുകൊണ്ട് സാധാരണ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും സാധാരണ ഉണ്ടാവാറില്ല. ഈ തരിപ്പ് എത്ര കാലം നീണ്ടു നിൽക്കുന്നത്? തരിപ്പ് സാധാരണയായി ഒരു 3 to 4 months അല്ലെങ്കിൽ 3-4 മാസത്തേക്ക് ഉണ്ടാകും. ചില ആളുകൾക്ക് കുറേ കാലം, ഒരു 1-2 വർഷം വരെ നിലനിൽക്കാറുണ്ട്. പക്ഷെ അതൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ പൊതുവേ ഉണ്ടാവാറില്ല. വളരെ ചെറിയ രീതിയിലുള്ളൊരു മരവിപ്പ് അനുഭവപ്പെടും എന്നുള്ളതാണ് സാധാരണ ഈ റേഡിയോ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റ്. ട്രൈജമിനൽ ബലൂൺ കംപ്രഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് തരിപ്പ് അനുഭവപ്പെടുന്നത് കുറവാണ്. സാധാരണ തരിപ്പ് ഇതിന് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് കണ്ണിൻ്റെ ഡിവിഷനിൽ അത് ചെയ്യുന്നത്. അപ്പോൾ റേഡിയോ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും നമ്മൾ ഫസ്റ്റ് ഡിവിഷനിൽ ചെയ്യില്ല. കാരണം കണ്ണിൻ്റെ ഭാഗത്തേക്ക് അറിയുന്ന ഭാഗമായതുകൊണ്ട് തരിപ്പ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആ ഭാഗത്ത് നമ്മൾ ചെയ്യില്ല. 2ാമത്തെയും 3ാമത്തെയും ഡിവിഷനിൽ നമ്മൾ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷനാണ് എപ്പോഴും ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ്. ഇത് എന്തെങ്കിലും പ്രത്യേക തരം ഇഞ്ചക്ഷൻ ചെയ്യുന്നതുകൊണ്ട് ഇതിന് വല്ല ഉപകാരമുണ്ടോ ഇതിന് ചികിത്സ? അതെ, അതിന് മറ്റുള്ള മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഗ്ലിസറോൾ ഇഞ്ചക്ഷൻ എന്ന് പറയും. അത് ഇതുപോലെ തന്നെ എക്സ്റേയിൽ നോക്കിക്കൊണ്ട് കൃത്യമായിട്ട് ട്രൈജമിനൽ ഗാംഗ്ലിയോൺ വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഒരു ഗ്ലിസറോൾ, അത് ഞരമ്പിനെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ്, അതാണ് ഗ്ലിസറോൾ ഇഞ്ചക്ഷൻ കൊടുക്കും. സാധാരണ അതിൻ്റെ ഒരു റിലീഫ് നമുക്കൊരു 6 months to 8 months ആ ഒരു പീരീഡിൽ നമുക്ക് ആ പേഷ്യൻ്റെ പെയിന് നിൽക്കും. അതാണ് അതിനുള്ള അഡ്വാൻറ്റേജ്. പക്ഷേ അത് 3 ഡിവിഷന് നമുക്ക് കൃത്യമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അത് 3 ഡിവിഷനും ഒരുമിച്ചാണ് ബാധിക്കുക. അതുകൊണ്ട് സാധാരണ രീതിയിൽ ഇപ്പോഴത്തെ കാലത്ത് ഈ റേഡിയോ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റൊക്കെ നൂതന മാർഗ്ഗങ്ങളാണ്. ഇത്തരം ട്രീറ്റ്മെൻറ്റ് വന്നതിന് ശേഷം നമ്മൾ സാധാരണ ഗ്ലിസറോൾ ഇഞ്ചക്ഷൻ ഇപ്പോൾ ചെയ്യാറില്ല. ഇത് ഒരിക്കൽ ചികിത്സിച്ചതിന് ശേഷം വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും. അത് ചില ആളുകൾക്ക്, അതായത് ഇതിൻ്റെ ഡ്യൂറേഷൻ പറയുന്നത് 1 year to 15 years ആണ്. അതായത് ട്രൈജമിനൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 1 year വരെ പെയിൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഏകദേശം 100% ഉറപ്പാണ്. പക്ഷേ ചില ആളുകൾക്ക് 1 year കഴിഞ്ഞാൽ പെയിൻ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ചില ആളുകൾക്ക് 15 years കഴിഞ്ഞാലും പെയിൻ തിരിച്ചു വരാത്ത ആളുകളുണ്ട്. അപ്പോൾ അത് ഓരോരുത്തർ സബ്ജക്റ്റീവാണ്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ് വേറെ അഡ്വാൻറ്റേജ്. കാരണം ഇതിൽ നമ്മൾ എവിടെയും കീറൽ മുറിക്കലോ അങ്ങനെ ഒരു ഇൻസിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയൊരു നീഡിൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതും തരിപ്പിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പിന്നീട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതുകൊണ്ടുള്ളൊരു ഗുണം. അത് വേറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നില്ല രോഗികൾക്ക്. ഡോക്ടർ, സമയം ഇവിടെ പൂർണ്ണമായി. ട്രൈജമിനൽ ന്യൂറാൾജിയെ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി.